അമ്മയിലെ വിവാദങ്ങളിൽ ടിനി ടോമിനെതിരായ പരാതിയിൽ മൊഴി നൽകാൻ അൻസിബ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെത്തി. മത തീവ്രവാദി എന്നത് ഉൾപ്പെടെ തനിക്കെതിരെ ടിനി ടോം നടത്തിയ പരാമർശങ്ങളിലാണ് അൻസിബ പരാതി നൽകിയത്. എന്നാൽ ഇത്തരം പരാമർശം നടത്തിയിട്ടില്ല എന്നാണ് ടിനി ടോമിന്റെ വിശദീകരണം. അൻസിബയുടെ മൊഴി പരിശോധിച്ച ശേഷം ടിനി ടോമിനെ വിളിപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. മൊഴി കൊടുത്ത ശേഷം പ്രതികരിക്കാമെന്നാണ് അൻസിബ പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായിട്ട്. വിഷ്ണു, ഇപ്പോൾ അൻസിബ പറയുന്ന അൻസിബ നേരിട്ട് കേട്ടതല്ല, മറ്റൊരാൾ അൻസിബയെ കുറിച്ച് ടിനി ടോം ഇങ്ങനെ പറയുന്നതായി കേട്ടു എന്ന് തന്നോട് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഈ മറ്റൊരാൾ അത് സമ്മതിക്കുമോ? ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആരോപണങ്ങൾ നിൽക്കാം, പക്ഷേ ആരോപണങ്ങൾ തെളിയിക്കപ്പെടണം. എന്താണിപ്പോൾ പോലീസിന്റെ ഒരു നീക്കം? എന്താണ് അവർ കരുതുന്നത്? ഡിവിഷൻ നിലവിൽ ഇവിടെ മൊഴിയെടുക്കൽ നടപടികൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം അൻസിബ ഈ ഒരു വിഷയം ഉന്നയിക്കുന്നത് അമ്മ താരസംഘടനയിൽ തന്നെയായിരുന്നു. പിന്നീട് പലവിധത്തിലുള്ള ശ്രമങ്ങൾ ഈ ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടി നടത്തി. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. അതിനുശേഷമാണ് ഇക്കഴിഞ്ഞ 1-ാം തീയതി അൻസിബ ഈ പരാതി, ടിനി ടോമിനെതിരായിട്ടുള്ള പരാതി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത്. പിന്നീട് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും അത് കടവന്ത്രയിലേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് അൻസിബയോട് നേരിട്ട് ഹാജരാകാൻ പറയുന്നത്. നേരിട്ട് അല്പസമയം മുൻപ് അൻസിബ തന്നെ നേരിട്ടെത്തി. ഇപ്പോൾ അതിൻ്റെ മൊഴിയെടുക്കൽ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ ഒരു വിഷയം സജീവമായി തന്നെ ഈ ഒരു പൊതു ഇടത്തിൽ ചർച്ചയാകുന്ന ഒരു വിഷയം കൂടിയാണ്. കാരണം ടിനി ടോം ഇത്തരത്തിൽ അൻസിബയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അധിക്ഷേപിച്ചു, മതപരമായിട്ടുള്ള വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി തന്നെ തുടർച്ചയായി ഇങ്ങനെ ആക്രമിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പരാതിയാണ് ആദ്യം അൻസിബ ഉന്നയിക്കുന്നത്. ഇതിൽ ആധാരമായി പറയുന്നത് മറ്റൊരു താരം നൽകിയ ഈ ഒരു വിവരം ഇവരോട് പറഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു താരത്തിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ, ആ താരത്തിന് ഇതുപോലെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ നേരിട്ടിട്ടുണ്ട്. അമ്മയുടെ നീന കുറുപ്പിന് കുടുംബമേളയിൽ, അമ്മയുടെ കഴിഞ്ഞ വർഷം നടന്ന കുടുംബമേളയിൽ വെച്ച് ടിനി ടോമിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രവൃത്തികളൊക്കെ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അൻസിബയുടെ പരാതി നിലവിൽ ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, അതായത് ഈ കുടുംബമേള നടന്നത് കടവന്ത്രയിലുള്ള രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയ ലിമിറ്റ് കണ്ടുകൊണ്ടാണ് നേരത്തെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളടക്കം ഉള്ളവ അത് ഹാജരാക്കാനുള്ള നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതായത് ഇന്ന് അൻസിബ വരുമ്പോൾ ഈ പരാതിക്ക് ആധാരമായിട്ടുള്ള, അല്ലെങ്കിൽ പരാതിയിൽ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ തെളിവുകളും ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശം വെച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു തെളിവുകളും മറ്റും ആയിട്ടായിരിക്കണം ഇന്നിപ്പോൾ അൻസിബ വരിക. ഏതായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങളൊക്കെ ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അമ്മ സംഘടനയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സമിതി രൂപീകരിക്കുന്ന കാര്യങ്ങളൊക്കെ അൻസിബ നിർദ്ദേശിച്ചതാണ്. പക്ഷേ അൻസിബയുടെ നിർദ്ദേശങ്ങൾക്ക് എതിരായിട്ട് ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ നിലവിൽ ഇപ്പോൾ ഈ ഒരു സമിതി രൂപീകരിച്ചപ്പോൾ അതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അൻസിബ നേരിട്ട് അമ്മയിൽ ആ ഒരു പരാതി പറയാനോ അല്ലെങ്കിൽ അതിൻ്റെ മൊഴിയെടുക്കൽ പരാതി ബോധിപ്പിക്കാൻ നേരിട്ട് ഹാജരാക്കാനൊന്നും തയ്യാറായിരുന്നില്ല. എന്തായാലും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അൻസിബ നേരിട്ട് പോലീസിനെ. അൻസിബ മൊഴി നൽകിയ ശേഷം പ്രതികരിക്കുമായിരിക്കും. പക്ഷേ ഇത് ആരോപണങ്ങൾ നിൽക്കുന്നു, അതിന് കൃത്യമായ തെളിവുകൾ അല്ലെങ്കിൽ അതിന് സാക്ഷികളൊക്കെ വേണം. പോലീസ് വിശദമായി പരിശോധിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.